തൃശൂർ കൊടുങ്ങല്ലൂരിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസിയെ അതിക്രൂരമായി മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. എറണാകുളം കൂനമാവിലെ അഗതി മന്ദിരം നടത്തിപ്പുകാരനും 2 സഹായികളുമാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശി സുദർശനെ മർദ്ദിച്ചത് സഹ അന്തേവാസിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഗുരുതരമായി പരിക്കേറ്റ സുദർശനെ കൊടുങ്ങല്ലൂരിൽ നടു റോഡിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൊടുങ്ങല്ലൂരിലെ അതിക്രമത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. എറണാകുളം കൂനമാവിലെ അഗതി മന്ദിരത്തിൽ സഹ അന്തേവാസിയുടെ അതിക്രൂര പീഡനത്താലാണ് സുദർശന് ഗുരുതരമായി പരിക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തി. സുദർശന് ചികിത്സ നൽകാൻ തയ്യാറാവാതെ അഗതി മന്ദിരത്തിലെ അധികൃതർ കൊടുങ്ങല്ലൂരിലെത്തിച്ച് നടു റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചത്. CCTVയിലെ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കൂനമാവ് ഇവാഞ്ചലോ ആശ്രമത്തിലേക്ക് എത്തിയത്. തുടർന്ന് ഇവിടുത്തെ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരനായ അമൽ, സഹായികളായ നിതിൻ, ആരോമൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമവും ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്നാൽ അറസ്റ്റിലായ പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ക്രൂരപീഡനത്തിൽ നേരിട്ട് അന്വേഷണം നടത്തിയ തൃശൂർ റൂറൽ SP 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശന് നേരിടേണ്ടി വന്നത്. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. ശരീരമാകെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുദർശന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം സുദർശനെ ആക്രമിച്ചത് ആലപ്പുഴ സ്വദേശികളായ ചിലരാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. സുദർശൻ 16-ാം തീയതി വരെ തുറവൂരിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു. ബന്ധുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.